ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം നടക്കുന്ന സമയത്ത്, അന്ത്യനാൾ നടക്കുന്ന സമയത്ത് ഇവിടെ അള്ളാഹു എന്ന് ഉച്ചരിക്കാൻ കഴിയുന്ന ഒരാളും ഈ ഭൂമികയിൽ ഉണ്ടാവില്ല. അപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. വല്ലാത്ത സംഭവമല്ലേ? എന്താ? ലാ തഖൂമു സ്സാഅതു ഇല്ലാ അലാ ശിറാറിൻ നാസ്. ഖിയാമത്ത് നാള് ജനങ്ങളിൽ വെച്ച്, ജനങ്ങളിലുള്ള ഷിറാറിൻ്റെ മേലിലാണ്, ഓല മേലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അല്ലാഹു അങ്ങനെ ഇടങ്ങറാക്കൂല മുഅ്മിനീങ്ങളെ. ഓല ആവുമ്പോഴാണ്, അവരാകുമ്പോഴാണ് ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കുക. മറ്റൊരു ഹദീസിലുണ്ട്, എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. ഭൂമിയിൽ അല്ലാഹു അല്ലാഹു എന്ന് പറയപ്പെടാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പോൾ വളരെ ചണ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ചണ്ടികളാവുന്ന സമയത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ആ ഒരു അവസ്ഥയിലേക്കുള്ള പോക്കാണ് ഈ പോക്ക്. പള്ളി ദർസുകളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അസ്തമിച്ച്, പിന്നെ മതസ്ഥാപനങ്ങളൊക്കെ അസ്തമിച്ച്, ദീനിയായ ഉലൂമിനോട് ആളുകൾക്ക് ഇഷ്ടമില്ലാതെ എല്ലാവരും ഭൗതികത്തിൻ്റെ പിന്നാലെ കൂടി. ഇനി ആരെങ്കിലും ദീന് പഠിക്കുകയാണെങ്കിൽ ആ ദീനിന് വേണ്ടി പഠിക്കില്ല. അവിടെ സ്കൂളുണ്ടോ? എന്നാണ്ട് ദർസക്ക് കൊടുക്കണോണ്ട് പറ്റി കൂടെ. സ്കൂളിന് വേണ്ടിയാ ദർസ് പഠിക്കൽ, ദീന് പഠിക്കൽ? മതത്തിന് വേണ്ടി പഠിക്കണം. എന്താ കാട്ടെ? കാലം എങ്ങനെയായി? അവസാനം ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിക്കണ്ടേ? എങ്ങനെ? അല്ലാ അല്ലാ എന്ന് പറയാൻ കഴിയാത്ത ആളുകൾ നടക്കണ്ടേ? അപ്പൊ ഇതിങ്ങനെ മങ്ങി 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 അങ്ങ് പോവും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കട്ടെ. ആ വലിയ പ്രശ്നങ്ങളും ഫിത്തനകളൊക്കെ വരുന്നതിന് മുൻപ് നല്ല നിലക്ക് അള്ളാഹു താല നമ്മളെ കൊണ്ടുപോകട്ടെ.